ആ സുരേഷേ, ഞാൻ പറയുന്നതിന് മറുപടി തരാത്ത എന്താ സുരേഷേ? നീ വേറെ വേറെ കാര്യങ്ങളൊക്കെയാണല്ലോ പറഞ്ഞു പോണത്. ഞാൻ പറയുന്ന ഒരു കാര്യത്തിന് മറുപടി താ. നീ ചാരിറ്റി പരിപാടി ചെയ്തില്ലേ? അതിന് കുറേ പൈസ ഉണ്ടാക്കിയിട്ട് കുറേ പേരെ പറ്റിച്ചില്ലേ? അതിന് മറുപടി തരാത്ത തന്നെ. ചങ്കിലെ കൂട്ടുകാരി എന്ന് പറഞ്ഞൊരു ചേച്ചീനെ നീ അറിയുമല്ലോ. ആ ചേച്ചിയൊക്കെ നിനക്കെതിരായിട്ട് വീഡിയോ ഇട്ടതൊക്കെ ഞാൻ പറയേണ്ടത് തന്നെ നിനക്കറിയാമല്ലോ. നീ കാണിച്ച പരിപാടി, നീ ആ മോളെയൊക്കെ വെച്ചിട്ട് നീ ചാറ്റ് പരിപാടി ചെയ്ത്. എടാ ഞാൻ പറയണതല്ല അത്, നിന്നെ അറിയുന്ന കുറേ പേര് പറയുന്ന. അത് ഞാൻ പറഞ്ഞപ്പോൾ നിനക്കത് കൊണ്ടുപോയില്ലേ? നീ എന്നിട്ട് ഓരോരോ സ്ഥലങ്ങളിൽ ചെന്നിട്ട് ഇങ്ങനെ ഈ ചാരിറ്റി പരിപാടി നടത്തിയിട്ട് എന്താ പറയുക, അത് പറഞ്ഞപ്പോൾ നിനക്ക് നൊന്തു. പിന്നെ നിൻ്റെ പെണ്ണുമ്പിള്ള പോയ കാര്യം അത് ഞാൻ പറഞ്ഞതല്ല. നിൻ്റെ പെണ്ണുമ്പിള്ള പോയത് നാട്ടുകാർ പറഞ്ഞാണ്, മുട്ടയടിച്ച് വിട്ടതും എല്ലാം. അങ്ങനെ കുറേ കഥകളുണ്ടല്ലോ. അതൊക്കെ ഞാൻ പറഞ്ഞതല്ല. എൻ്റെ പൊന്ന് തായോളി, ഞാൻ പറഞ്ഞതല്ല. എടാ തായോളി, നീ ആദ്യം അതൊക്കെ ഒന്ന് തെളിയിക്ക്. എന്നിട്ട് എനിക്കിട്ട് ഉണ്ടാക്കാൻ പോവാം. നീ കുറേ ചാരിറ്റി പിരിവും കാര്യങ്ങളൊക്കെ നടത്തില്ല തായോളി, അത് നീ ആദ്യം തെളിയിക്ക്. നിൻ്റെ പെണ്ണുമ്പിള്ളേനെ വിൽക്കാനായിട്ട് കൊടുത്തുവിടുമോ, അല്ലാണ്ട് പെണ്ണുമ്പിള്ള പോവുമോ? അവിടെ പോയിട്ട് ആരാണ്ടൊക്കെ കളിച്ച് ഉപ്പാട് തീർന്നപ്പോൾ നിനക്ക് കൊണ്ടിട്ട് തരുകയൊക്കെ ചെയ്തില്ലേ? അത് നീ ആദ്യമേ തെളിയിക്ക്. പിന്നെ വേറെ കാര്യം, എടാ ഞാനൊക്കെ എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട്, എന്താ ഈ എവിടെയെങ്കിലുമൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ, പെണ്ണുമ്പിള്ളമാരൊക്കെ എവിടെയെങ്കിലും പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ തിരിച്ച് അവരെ വീണ്ടും വീട്ടിലേക്ക് കയറ്റില്ല. നിൻ്റെ പെണ്ണുമ്പിള്ള ഒരു 3, 4, 5 മാസം പോയിട്ട് വേറെ പരിപാടി കഴിഞ്ഞിട്ട് വന്നിട്ട് നിനക്ക് കുഴപ്പമൊന്നുമില്ല. എവിടെ അപ്പോൾ അതിൻ്റെ പേരിലാണ് നീ ആ പോസ്റ്റ് ഇട്ടത്. നിൻ്റെ പെണ്ണുമ്പിള്ള മരിച്ചു എന്ന് പറഞ്ഞ് പോസ്റ്റ് ഇട്ടത് അതിൻ്റെ പേരിലാണ്, നിൻ്റെ അക്കൗണ്ടിൽ. അതൊക്കെ ഓരോരുത്തർ അയച്ചു തന്നെയാണ്. എനിക്ക് എവിടെ നിന്ന് കിട്ടാനത്? ഓരോരുത്തർ അയച്ചു തന്നെയാണ്. കേട്ടോ തായോളി? എൻ്റെ പൊന്ന് തായോളി, നീ നിൻ്റെ കാര്യം ആദ്യമേ അന്വേഷിക്കുക. നിൻ്റെ കാര്യം ആദ്യമേ നേരെയാക്കി, എന്നിട്ട് വാ. പിന്നെ നിൻ്റെ പെണ്ണുമ്പിള്ളേനെ കുറേ പേര് കൊണ്ടുപോയി പണ്ണി കളിച്ച് കുറേ വെടിവഴിപാടൊക്കെ കഴിഞ്ഞിട്ടാണ് നിൻ്റെ അടുത്തേക്ക് വിട്ട്. കുറേ വെടിവഴിപാട് കഴിഞ്ഞിട്ടാണ് നിൻ്റെ അടുത്തേക്ക് വിട്ട്. അതാദ്യമേ നീ നേരെയാക്കുക. ആ പൊത്ത്, അതായത് വലിയ കുളമില്ലേ, ആ കുളമൊക്കെ ഒന്ന് സിമെൻ്റ് ഇട്ടങ്ങ് ശരിക്കും അങ്ങോട്ട് മൂടിക്കൊടുക്കുക. എങ്ങനെ കുറച്ച് പരിക്കനൊക്കെ ഇട്ടിട്ടെ ആ കുളം ഒന്ന് ചെറുതാക്കുക. അല്ലെങ്കിൽ നിൻ്റെ അറിയാലോ, കുളം ഒന്ന് നികത്ത് കോൺക്രീറ്റൊക്കെ ഇട്ട്, എന്നിട്ട് നീ വാ. 5 മാസമൊക്കെ പോയതല്ലേ, കുളം ശരിക്കും വലിയ കുളമായിരിക്കും. കേട്ടോ പറഞ്ഞേ? അപ്പോൾ നിൻ്റെ പെണ്ണുമ്പിള്ള പോയിട്ട് തിരിച്ച് നീ എടുത്തെങ്കിൽ നീ വലിയ മഹാനാ. എന്തായാലും 5 മാസമൊക്കെ ആരെങ്കിലും കൂടെയൊക്കെ പോയി വലിയ പരിപാടിയൊക്കെ നടത്തിയിട്ട് വരുമ്പോൾ നീ ഇവിടെ നല്ല മഹാന. എവിടെന്ന് പിന്നെ നിൻ്റെ ചാരിറ്റി അത് നീ പറയില്ല എന്നറിയാം. ഞാൻ വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കും. നീ അത് തെളിയിക്ക്. നീ ചാറ്റ് ചെയ്തിട്ട് എന്തൊക്കെ ചെയ്തു എന്ന് അറിയാനൊരാഗ്രഹം ഉണ്ടാ. ഇതൊന്നും ഞാൻ പറഞ്ഞല്ല കേട്ടോ സുരേഷേ, നിൻ്റെ നാട്ടുകാർ പറഞ്ഞേ. നിൻ്റെ വീഡിയോ ഇട്ടപ്പോൾ ഇതുപോലെ തന്നെ നീ പറഞ്ഞ പോലെ PM ഒരുപാട് പേര് വരുന്നുണ്ട്. കേട്ടോ തായോളി? നീ തായോളിത്തരം എങ്ങോട്ട് കാണിച്ചാൽ അങ്ങോട്ട് ഞാൻ കാണിക്കും. നിങ്ങോട് തായോളിത്തരം കാണിച്ച പൊന്ന് തായോളി സുരേഷേ സംഗി ഞാനും കാണിക്കും.